സ്വന്തം ഭാര്യയ്ക്ക് മയക്കുമരുന്ന് കൊടുത്ത് വെളിയിൽ നിന്നുള്ള 72ഓളം ആണുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് അത് വിറ്റ് കാശുണ്ടാക്കി തീർന്ന ഒരു ബിരുദനെ പോലീസ് പിടിച്ച്. ഇപ്പം എല്ലാവരും ഈ പറയുന്ന കേസിൻ്റെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയല്ല ഇത് നടന്നത്, യൂറോപ്പിലാണ്. പക്ഷെ പറയാൻ പറ്റില്ല എവിടെയൊക്കെ ഇത് നടക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നേരിടുന്നുണ്ടെന്നുള്ളത്. ഏറ്റവും വലിയ കാര്യം സ്ത്രീ ഇതൊന്നും അറിഞ്ഞില്ല. മറ്റൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിരുദൻ്റെ ഫോൺ പോലീസിൻ്റെ കസ്റ്റഡിയിൽ എത്തിയ സമയത്താണ് ഇങ്ങനൊരു കാര്യം അറിയുന്നതെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം ആ സ്ത്രീയുടെ മനക്കട്ടിയാണ്. കാരണം അവർ വിളിച്ചു പറഞ്ഞത് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾ, അതാരോ ആവട്ടെ, അവർക്ക് അവരുടെ സ്വകാര്യത ബഹുമാനിച്ചുകൊണ്ട് അടച്ചിട്ട മുറിയിൽ കേസ് വിചാരണ തുടരുന്നതിനും അവരുടെ പേരും ഒക്കെ മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൂടി വയ്ക്കുന്നതിനൊക്കെ സൗകര്യമുണ്ട്. പക്ഷെ അവർ പറയുന്നത് അത് വേണ്ട, തുറന്നിട്ട ഈ സ്ഥലത്ത് തന്നെ ഈ പറയുന്ന കേസ് വിചാരണ നടന്നാൽ മതി, എൻ്റെ പേര് വെളിപ്പെടുത്തിയെന്ന് അവർ തന്നെ ഉറക്കെ വിളിച്ചു പറയുകയാണ്. അപ്പം അത്തരത്തിലുള്ള ബലമൊക്കെ ഉള്ള സ്ത്രീകളെന്ന് പറയുന്നത് വല്ലാത്ത തരത്തിലാണ്. അവരെ കണ്ട് പഠിക്കുകയാണ് വേണ്ടുള്ള സത്യത്തിൽ.